ഈ ലോകം അനശ്വരമായ പരലോകത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഈ ലോകമാകുന്ന കൃഷിസ്ഥലത്ത് സൽക്കർമ്മമാകുന്ന വിത്ത് വിതച്ച് അനശ്വരമായ ഫലം നാളെ പരലോകത്തിൽ കൊയ്യേണ്ടതുണ്ട്. ഈ ലോകത്തിലെ സുഖാസ്വദനങ്ങൾ കെട്ടിപ്പിടിച്ച് അതിന്റെ പിന്നാലെ പോകുന്നവർ അവസാനം ദുഃഖിക്കേണ്ടി വരും. എന്റെ ആയുസ്സിനെ നീട്ടിത്തരണമെന്നും ദുനിയാവിലേക്ക് തന്നെ മടക്കണമെന്നും അവർ താണുകേണ അപേക്ഷിക്കുകയും എന്റെ നാശം, എന്റെ നാശം, ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും അവർ പരിതപിക്കും. يوم ينظر المرء ما قدمت يداه. പക്ഷേ അതെല്ലാം ഒരു പാഴ്വാക്ക് മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. ഈച്ചയുടെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് നൽകിയിട്ടില്ല. മാത്രമല്ല, ദുനിയാവ് ചത്ത ശവമാണെന്നും അതിനെ തേടുന്നവർ നായയെപ്പോലെയാണെന്നും പ്രവാചകൻ ഉപദേശിച്ചു. നായകൾക്കിഷ്ടം ശവങ്ങളെ മാത്രമാണല്ലോ. അപ്പോൾ ദുനിയാവിനെ മാത്രം തേടുന്നത് എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ്. ഈ ദുനിയാവിന്റെ നിസ്സാരതയും വഞ്ചനയും ഒരു മഹാൻ പറഞ്ഞ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത്, വലിയ വനം, കൂരിരുട്ട്, ഒരു പ്രാശത്തിന്റെ കണിക പോലുമില്ല. ഒരു മനുഷ്യന്റെ കാലുപോലും ഇതുവരെ ആ കാട്ടിൽ സ്പർശിച്ചിട്ടില്ല. ആകെ ഭീകരമുഖം. ഒന്ന് സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ വിളിച്ചാൽ കേൾക്കാനോ ആരുമില്ല. ഈ സമയം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി വന്ന ഒരു മനുഷ്യൻ നിർഭാഗ്യവശാൽ ആ കാട്ടിൽ അകപ്പെട്ടുപോയി. അയാൾ പേടിച്ചു വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം അങ്ങുമിങ്ങും നടന്നു. 4 ഭാഗത്തും പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ. മാത്രമല്ല, ശക്തമായ ഇടിയും മിന്നും കാറ്റും. സമീപ പ്രദേശത്തുള്ള കുണ്ടുകളും കുഴികളും നിറയുകയാണ്. ജന്തുക്കളായ സിംഹങ്ങളുടെയും കടുവയുടെയും ഘോര ശബ്ദങ്ങൾ ആ കാടിനെ ഒന്നുകൂടി വിറപ്പിക്കുകയാണ്. കടുവകളെയും സിംഹങ്ങളെയും പേടിച്ചുകൊണ്ട് മറ്റു മൃഗങ്ങൾ ഓടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം മെല്ലെ ഓടാൻ തുടങ്ങി. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടുള്ള ഓട്ടത്തിന്റെ ശക്തി കൂടി. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പിന്നിൽ ഒരു വലിയ സിംഹം. ദാഹിച്ച് വലഞ്ഞ ആ മനുഷ്യന്റെ ഓട്ടത്തിന്റെ ശക്തി ഒന്നുകൂടി കൂട്ടി. സർവശക്തിയും ഉപയോഗിച്ച് സിംഹം തന്റെ പിന്നാലെയുണ്ട്. ഭയചകിതനായ ആ മനുഷ്യൻ മരണം മുന്നിൽ കാണുകയാണ്. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നു. അങ്ങനെ കാടുകളും മലകളും മരുഭൂമികളും താണ്ടി രാവും പകലും ഇടതടവില്ലാതെ ഓടി. സിംഹം തന്റെ പിറകിൽ എത്താറായി. അദ്ദേഹം ആർത്തട്ടഹസിച്ചു. സഹായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അലറി വിളിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഒരു പൊട്ടക്കിണർ കണ്ടു. പക്ഷേ ആ കിണറിന്റെ അവസ്ഥ വളരെ ഭീകരമാണെന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. ഭീകരനായൊരു പാമ്പ് അതിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. സിംഹം തന്റെ തൊട്ടുപിന്നിൽ എത്തിയതുകൊണ്ട് തന്നെ മുന്നിൽ കണ്ട പൊട്ടക്കിണറിലേക്ക് ആത്മരക്ഷാർത്ഥം എടുത്തു ചാടി. ഭാഗ്യവശാൽ കിണറിൽ നിന്ന് തന്നെ വളർന്നു വന്ന മരത്തിന്റെ കൊമ്പിലാണ് ചെന്ന് വീണത്.
വളരെ കൂരിരുട്ടുള്ള ആ കിണറിൽ താഴോട്ട് നോക്കുമ്പോൾ വലിയൊരു പാമ്പിനെ കണ്ടു. പേടിച്ചു വിറച്ച് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ താൻ നിൽക്കുന്ന മരം രണ്ടെലികൾ കാർന്നു തിന്നാൻ മത്സരിക്കുകയാണ്. താൻ നേരത്തെയുള്ളതിനേക്കാൾ ഭീകരമായ അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് ബോധ്യമായി. എന്തു ചെയ്യും? എന്താണൊരു രക്ഷാമാർഗം? പലതും ആലോചിച്ചു. ഇതിനിടയിലാണ് താൻ നിന്ന മരത്തിന്റെ 2 ഭാഗങ്ങളിൽ നിന്ന് തേൻ ഉറ്റി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉറ്റി വീഴുന്ന ഭാഗത്തിൽ തന്റെ വായ വെച്ചു കൊടുത്തു. ഇപ്പോൾ തന്റെ വായിലേക്കാണെല്ലാം ഉറ്റി വീഴുന്നത്. ഉറ്റി വീഴുന്ന തേൻ മുഴുവനും അകത്താക്കുന്ന തിരക്കിൽ തന്റെ ചുറ്റുഭാഗത്തുമുള്ള അപകടങ്ങൾ മറന്നുപോയി. അതെ, പറഞ്ഞു വരുന്നത് ഈ ദുനിയാവിന്റെ വർണ്ണനയാണ്. ഈ തേനാണ് ദുനിയാവിലുള്ള മുഴുവൻ രസങ്ങളും. തേനാകുന്ന ദുനിയാവിനെ മുഴുവൻ സുഖസൗകര്യങ്ങളും ഒരിറ്റുപോലും നഷ്ടപ്പെടാതെ ആർത്തിയോടെ കുടിക്കുമ്പോൾ തന്റെ ലക്ഷ്യങ്ങളും ബാധ്യതകളും അവൻ മറക്കുന്നു. നൈമിഷികമായ ഈ സുഖങ്ങളെ ഏതു സമയവും വിട്ടുപിരിയേണ്ടി വരുമെന്നുള്ള ബോധം അവൻ മറന്നുപോയി. മുകളിൽ കാത്തിരിക്കുന്ന സിംഹത്തെയും അവൻ മറന്നുപോയി. അത് നിന്നെ പിന്തുടർന്ന് കാത്തിരിക്കുന്ന അസ്രായീലാണ്. താഴെ കറുത്തതും വെളുത്തതുമായ 2 എലികൾ. അത് രാവും പകലുമാണ്. കിണറ്റിൽ വാവിളർത്തി നിൽക്കുന്ന പാമ്പ്, അത് നീ ചെന്ന് വീഴേണ്ട കബറാണ്. ജീവിതമാകുന്ന പടുവൃക്ഷത്തെ രാവും പകലുമാക്കുന്ന 2 എലികൾ കാർന്ന് തിന്ന് അവസാനം കബറാകുന്ന പാമ്പിന്റെ വായിലേക്ക് പതിക്കുന്നത് വരെ അവൻ നശ്വരമായ സുഖങ്ങളിലാണ്. എത്രമാത്രം ചിന്താർഹമാണ് ഈ ഉദാഹരണം. അതെ, നിന്റെ മരണം എങ്ങനെയാണ്, എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. അത് നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്.